നമസ്കാരം. മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഏറെ മുന്നിലാണ് UAE. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സുരക്ഷയാണ് പരമപ്രധാനം. അതിനാൽ തന്നെ പല മാറ്റങ്ങളും UAE കൊണ്ടുവരാറുണ്ട്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് UAEയിൽ ജോലി ചെയ്തു വരുന്നത്. രണ്ട് പ്രധാന നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് UAE ഇപ്പോൾ. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. രാജ്യാന്തര നിയമങ്ങൾക്ക് അനുസൃതമായി വിവാഹപ്രായത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് UAE. നിലവിലുള്ള വിവാഹപ്രായമായ 21 വയസ്സിൽ നിന്ന് 18 ആക്കി കുറച്ചിട്ടുണ്ട്. പ്രവാസികൾക്കും നിയമം ബാധകമാണെന്നാണ് അറിയുന്നത്. മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചും ഈ നിയമത്തിൽ വ്യക്തമായ പരാമർശമുണ്ട്. മാതാപിതാക്കളെ അവഗണിക്കുക, മോശമായി പെരുമാറുക, സാമ്പത്തിക സഹായം നൽകാതിരിക്കുക എന്നിവയ്ക്ക് 1.16 ലക്ഷം മുതൽ 23.36 ലക്ഷം രൂപ വരെ പിഴയും തടവും ലഭിക്കും. പ്രായപൂർത്തിയാവാത്തവർക്കൊപ്പം അനുവാദമില്ലാതെ യാത്ര ചെയ്യുക, സ്വത്ത് തട്ടിയെടുക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്കും കടുത്ത ശിക്ഷ ലഭിക്കും. ഇനി മുതൽ വിവാഹമോചന കേസുകളിൽ കുട്ടികളുടെ കസ്റ്റഡി പ്രായം 18 വയസ്സായിരിക്കും. UAEയിൽ വിവാഹം കഴിക്കുന്ന പൗരന്മാർക്ക് ജനിതക പരിശോധന കഴിഞ്ഞ വർഷം നിർബന്ധമാക്കിയിരുന്നു. വിവാഹത്തിന് മുൻപുള്ള ആരോഗ്യ പരിശോധന വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ബാധകമാണെങ്കിലും ജനിതക പരിശോധന നിലവിൽ സ്വദേശി പൗരന്മാർക്ക് മാത്രമാണ് നിർബന്ധം. എമിറേറ്റ്സ് ജനോം കൗൺസിലിന്റെ തീരുമാനത്തിന് UAE സർക്കാരിന്റെ വാർഷിക യോഗത്തിലായിരുന്നു നേരത്തെ അംഗീകാരം നൽകിയത്. വിവാഹത്തിനു മുമ്പ് പകർച്ചവ്യാധികളും പാരമ്പര്യ രോഗങ്ങളും കണ്ടെത്തി പരിഹരിക്കുന്നതിലൂടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ജനിതക അപസ്മാരം, സ്പൈനൽ മസ്കുലർ അട്രോഫി, ശ്രവണനഷ്ടം, സിസ്റ്റിക് ഫൈബ്രോസിസ് തുടങ്ങി പാരമ്പര്യ രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന 570-ലധികം ജനിതക മാറ്റങ്ങൾ പരിശോധനയിലൂടെ കണ്ടെത്താനാകും. ജനിതക രോഗങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാൻ സഹായിക്കുന്ന സംയോജിത ദേശീയ ജനിതക വിവര ശൃംഖലയുണ്ടാക്കുക എന്നുള്ളതും പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. രണ്ടാമത്തെ മാറ്റം ഡ്രൈവിംഗ് ലൈസൻസ് നേടാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കുറവ് വരുത്തി എന്നുള്ളതാണ്. UAE ഗവൺമെന്റ് ട്രാഫിക് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ ഫെഡറൽ ഡിഗ്രി നിയമം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. 2025 മാർച്ച് 29 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പുതിയ നിയമപ്രകാരം 17 വയസ്സുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ അനുമതിയുണ്ടാകും. നിലവിൽ കാറുകളും ചെറുവാഹനങ്ങളും ഓടിക്കാൻ ഒരാൾക്ക് കുറഞ്ഞത് 18 വയസ്സ് പ്രായമുണ്ടായിരിക്കണം എന്നതാണ്. ലോകമെമ്പാടുമുള്ള ഗതാഗതത്തിന്റെ ദ്രുതഗതിയിലുള്ള മാറ്റത്തിന് അനുസൃതമായി രാജ്യത്തെ ഗതാഗത നിയമത്തിലും മാറ്റം വരുത്തുകയെന്നുള്ളതാണ് പുതിയ നിയമ ഭേദഗതികൾ ലക്ഷ്യമിടുന്നത്. സെൽഫ് ഡ്രൈവിംഗിന്റെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന ഉപയോഗം കൂടി പരിഗണിച്ച് അവയെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ വാഹനങ്ങളുടെ വർഗീകരണങ്ങൾ ക്രമീകരിക്കാനും പുതിയ നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ സ്വയം ഡ്രൈവിംഗ് വാഹനങ്ങൾ പരിശോധിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും ലൈസൻസ് നൽകുന്നതിനും അവയുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുമുള്ള വ്യവസ്ഥകളും നടപടിക്രമങ്ങളുമെല്ലാം വാഹന വ്യവസായത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളും പുതിയ നിയമം അനുശാസിക്കുന്നുണ്ട്. പ്രവാസികൾ പുതിയ മാറ്റങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.